ഹായ് ഫ്രണ്ട്സ്, JRCM ആർസിഎമ്മിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിൽ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം സൗരവ് പ്രസാദ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗാണ്, 2025 പകുതി ആകുമ്പോഴേക്കും പിന്നെ വാട്ട് ഈസ് ആർസി ഞങ്ങൾക്ക് പറയേണ്ടി വരില്ല, എന്ത് കിട്ടും എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലാണ് ULP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ULPയിൽ വളരെ വലിയൊരു പ്രത്യേകത, 5 ULP നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. ആദ്യത്തെ ULP നടക്കുന്നത് 19-ാം തീയതി ഞായറാഴ്ചയാണ്. നമുക്കറിയാം, ധാരാളം ആർസിഎം പ്രോഗ്രാം നടത്തിയിട്ടുള്ള കേരളത്തിലെ ആർസിഎം കുടുംബാംഗങ്ങൾക്ക് സുപരിചിതമായ രാജഗിരി ഓഡിറ്റോറിയത്തിലാണ് 19-ൽ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. എറണാകുളം ജില്ലയോടൊപ്പം ഇടുക്കി, കോട്ടയത്തിൻ്റെ ചില ഭാഗങ്ങൾ, തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങൾ, ആലപ്പുഴയുടെ ചില ഭാഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള ആളുകൾക്ക് രാജഗിരിയിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വളരെ സൗകര്യകരമായിരിക്കും. ഒരു അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. എത്രയും വേഗം അവിടേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഒപ്പം 21-ാം തീയതി കോട്ടയത്തും 23-ാം തീയതി തൃശ്ശൂരും 25-ന് തിരുവനന്തപുരം നഗരൂർ കൃഷ്ണ ഓഡിറ്റോറിയത്തിലും 27-ന് കോഴിക്കോട് നളന്തയിലും ULP നടക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, തുളസി പെയിൻറ്റിൻ്റെ MD സുമിത് സാർ കേരളത്തിൽ വരികയാണ്. ഈ ULP തിരക്കിനോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രോഗ്രാം നമുക്ക് കിട്ടുന്നത്. 20-ാം തീയതി തിരുവനന്തപുരത്ത് രാവിലെയും ഉച്ച കഴിഞ്ഞ് കിളിമാനൂരിൽ സാഫല്യ ഹാളിലും, 21-ന് രാവിലെ മട്ടന്നൂരും ഉച്ച കഴിഞ്ഞ് കണ്ണൂരും, 22-ന് രാവിലെ കോഴിക്കോടും ഉച്ച കഴിഞ്ഞ് കോട്ടക്കലും, 23 രാവിലെ എറണാകുളം ബഥാനിയ വണ്ടർവേളിലും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിക്ക് സുലഭ് വണ്ടർവേളിലും അദ്ദേഹത്തിൻ്റെ സെഷൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആർസിഎമ്മിൻ്റെ ഉൽപ്പന്ന ശ്രേണിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് തുളസി പെയിൻറ്റ്. ഈ അവസരവും ശരിയായി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ടീമിൽ ഓരോരുത്തർക്കും കഴിയണം. അപ്പം ULPയുടെ രജിസ്ട്രേഷൻ മറക്കേണ്ട. ഇന്ന് രാത്രി 8:45 ഇതിനെക്കുറിച്ച് വിശദമായ ഒരു സൂം സെഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് സൂമിൽ കാണാം. JRCM.